ആദ്യം ശ്രീമതി താര, 14 ദിവസവും കഴിഞ്ഞല്ലോ അർജുനെ തേടിയുള്ള അന്വേഷണം പല വഴിക്ക് പല വിധത്തിൽ നടത്തി നോക്കിയതാണ്. ഇനി ഇതിൻ്റെ ഒരു തുടർ സാധ്യത എന്താണ്? സാധ്യതകൾ കർണാടക സർക്കാരിൻ്റെ തീരുമാനം ശരിയായ രീതിയിൽ തന്നെയാണെന്നാണ് വ്യക്തിപരമായി എനിക്കുള്ള അഭിപ്രായം. കാരണം അവർ ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ച് മന്ദഗതിയിലായിരുന്ന രക്ഷാപ്രവർത്തനം, അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മാധ്യമങ്ങളുടെ ഇടപെടലും സർക്കാരിൻ്റെ ഇടപെടലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ തീവ്രമായ പരിശ്രമം. നമ്മൾ ഒന്ന് ആലോചിക്കണം, നമ്മുടെ 2018 പ്രളയത്തിൽ നേവി, കരസേന ഇതെല്ലാം വന്നു. അപ്പോൾ ഈ കരസേന, നേവിക്കാർ വന്നു, കരസേന വന്നു, വായുസേന വന്നു. ഈ ഹെലികോപ്റ്ററിൽ 3787 പേരെ രക്ഷപ്പെടുത്തി. അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടിയും വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ ഒരു സേനയ്ക്ക് നമ്മൾ 102 കോടി രൂപ, 290 കോടി രൂപ വേറെ ഇതുപോലെ കേന്ദ്രസേനയ്ക്ക് വേറെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഒരു സംസ്ഥാനം അത് കൊടുക്കേണ്ടി വന്നു. അത്രയും പേരെ രക്ഷപ്പെടുത്തുന്നതിനാണ് അത് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. ഒരുപാട് പേരെ അവർ രക്ഷപ്പെടുത്തി. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ജീവനോടുകൂടി ഒരാളെ രക്ഷിക്കുക എന്നുള്ള ഒരു വസ്തുതയാണ്. ഇപ്പോൾ നമുക്ക് ആ പ്രതീക്ഷകൾ തീർച്ചയായിട്ടും നമുക്ക് ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു, അല്ലെങ്കിൽ അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ ഈ നേവി ഇത്രയും ഒരു വലിയ സേന അവിടെ വന്നു, കരസേന 40 പേര് വന്നു. ഈ ഒരു സമാനതകളില്ലാത്ത വിധം അതിതീവ്രമായ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ വീണ്ടെടുക്കൽ പ്രവർത്തനം, ഈ ലോറി അന്വേഷിച്ചിട്ടുള്ള യജ്ഞം, ഇതെല്ലാം നമുക്ക് എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ താഴേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇത്രയും അടിയൊഴുക്ക് ഉള്ളപ്പോൾ അതിനകത്ത് വലിയ ആൽമരമുണ്ട് വീണ് കിടക്കുന്നു. വിസിബിലിറ്റി, കാണാൻ പറ്റുന്നില്ല വെള്ളത്തിൻ്റെ അടിയിൽ. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ അത് വൈകാരികമായിട്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. ഇത് എത്ര കാലം നമ്മൾ ഈ ഒരു തീവ്രതയോടുകൂടിയുള്ള അന്വേഷണം നമുക്ക് സാധ്യമാണ്? ഇപ്പോൾ താഴെ കാണാൻ ഇനിയിപ്പോൾ 21 ദിവസത്തേക്ക് മഴ, അതിതീവ്രമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. ഇവിടെ എവിടെയാണ് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ ഈ ചെളി നിറഞ്ഞ സ്ഥലത്ത് നമുക്ക് താഴെ ഇറങ്ങി നേവിയിലെ ആളുകൾക്ക് അത് നോക്കാൻ ബുദ്ധിമുട്ടാണ്, സാധിക്കില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. സ്വന്തം റിസ്കിൽ, അതായത് ജീവന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ് മാൽപേ സംഘം, മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘം അവിടെ ഇറങ്ങിയതും അവർ ഒരുപാട് അപകടത്തിൽ പെടുന്ന രീതിയിൽ തന്നെ അവർ അന്വേഷണം നടത്തിയതും. അവിടെ നമുക്ക് യാതൊരു വിധത്തിലും അവരുടെ തുടർന്നുള്ള ആദ്യത്തെ 2 ദിവസത്തെ ആ ഒരു മന്ദഗതിയിലുള്ള പ്രവർത്തനം ഒഴിച്ചാൽ ബാക്കി ഒരു തരത്തിലും നമുക്ക് വിമർശിക്കാൻ പറ്റാത്ത വിധം അസാധാരണമായ പ്രവർത്തനം തന്നെയാണ് അവിടെ നടന്നത്. ഒരു സംശയവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്.